ഹലോ ഗൈസ്, വീട്ടിലിരുന്ന് കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ ചിലവില്ലാതെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വഴിയും നോക്കിയിട്ട് പാളിപ്പോയവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അത് ഞാൻ ഉറപ്പു തരാം. അറ്റ്ലീസ്റ്റ് ഒരു സ്പാർക്കെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിലൂടെ കിട്ടും. സോ അധികം വലിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ തുറന്നു കഴിഞ്ഞ് നമ്മൾ സ്ക്രോൾ ചെയ്താൽ ഒരു 10 വീഡിയോ കാണുകയാണെങ്കിൽ അതിനകത്തൊരു 5 എണ്ണമെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ബിസിനസ് ഐഡിയാസിനല്ല പ്രശ്നം, ക്യാഷിനാണ് പ്രശ്നം. അതായത് നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ കുറച്ചെങ്കിലും പൈസ കയ്യിൽ വേണം. അല്ലാണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ഭാവം അല്ല, എന്നൊരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. ഭൂരിഭാഗം ബിസിനസ്സും അങ്ങനെയാണ്. കാരണം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആദ്യം ഇറക്കാതെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അതൊരു സത്യമാണ്. പക്ഷേ ഞാൻ ബിസിനസ് ചെയ്തത് 500 രൂപയിൽ താഴെയാണ് എനിക്ക് ചിലവായത്. 500 രൂപയിൽ താഴെ. ഒരു 500 രൂപ കയ്യിലെടുക്കാനുണ്ടാവും, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒപ്പിക്കാവുന്ന ക്യാഷേ ഉള്ളൂ. 500 രൂപയിൽ താഴെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ എവിടെയെങ്കിലും റെഫറൻസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നോ, ഞാൻ എവിടെയെങ്കിലും കണ്ടത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നോ അല്ല. എനിക്ക് വർക്കായ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ കുറഞ്ഞതൊരു 250-300 രൂപ എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്മോൾ ബിസിനസ് ഓണർ ആകാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അതിന് പറ്റിയ ബിസിനസ് ഐഡിയ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് അവിടെ ഇവിടെ ഇല്ലാന്ന് വിചാരിക്കേണ്ട. തുടർച്ചയായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജ്വല്ലറി മേക്കിംഗ് ആണ്. ജ്വല്ലറി മേക്കിംഗ് ഇപ്പം നമ്മൾ ഹോൾസെയിലായിട്ട് ജ്വല്ലറി എടുത്ത് വിൽക്കുന്നതിന് നമുക്ക് എന്താണ്, കയ്യിൽ നിന്ന് നല്ല പൈസ എടുക്കണം. ബൾക്കായിട്ട് കുറച്ച് എടുക്കണമെങ്കിൽ കുറഞ്ഞതൊരു പോട്ടെ ഒരു 2000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞതൊരു ജ്വല്ലറീസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ പേജിലൊക്കെ ഇട്ട് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ജ്വല്ലറി മേക്കിംഗ് അതുപോലെയല്ല. ഇപ്പോൾ ഓണമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ നമ്മൾ സീസണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ എന്താ പറയുക, ഡിമാൻഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇപ്പം എന്തായാലും വരുന്നതാണ്, ഓണാണ്. അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ടൈമാണ്, പറ്റിയ ഐഡിയ ആണ്. സോ ഇന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ജ്വല്ലറി മേക്കിങ്ങിലാണ് കേട്ടോ. അതും എനിക്ക് 500 രൂപയിൽ താഴെ എനിക്ക് കയ്യിൽ നിന്ന് ചിലവായൊരു പൈസ എന്ന് പറയാൻ 500 രൂപയിൽ താഴെയുള്ളൂ. ഞാനൊരു 500 ഒരു കട്ട് ഓഫ് റേറ്റ് പറയുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്കിത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് അയ്യോ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റും കൂടെ വേണം. നമ്മൾ ചെയ്യുന്ന എന്ത് വർക്കാണെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ മാത്രം ചെയ്യുക. കഷ്ടപ്പെട്ട് ചെയ്താൽ അത് നമ്മൾ എന്തായാലും ഡ്രോപ്പ് ചെയ്യും. അത് നിങ്ങൾക്ക് പറയാം, എനിക്ക് പറയാം. സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് എവിടെയാണ് ഒരു ക്രാഫ്റ്റ് ഷോപ്പ് ഉള്ളതെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ചിലപ്പോൾ നിങ്ങൾ പോണ വഴിയും വരുന്ന വഴിയൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു യൂസ് ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തതായിരിക്കും. സോ നിങ്ങൾ ടൗണിൽ, നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള ടൗണിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ക്രാഫ്റ്റ് ഷോപ്പ് എന്ന് വെച്ചാൽ അത് ആദ്യം കണ്ടുപിടിക്കുക. ഒരു ക്രാഫ്റ്റ് ഷോപ്പ് ഇല്ലാത്ത ടൗണൊന്നും എന്തായാലും എവിടെ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഡ്രസ്സിനൊക്കെ ലേസ്, അതുപോലെ ബട്ടൺസ്, സ്റ്റോൺസ് ഒക്കെ കൊടുക്കുന്ന ഒരു കട ഉണ്ടാവുമല്ലോ, ഒരു ഷോപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ പോയാലും നിങ്ങൾക്ക് ചെറിയ തോതിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ അവിടെ കിട്ടും. ഓക്കെ, ഈ ബട്ടൺ ഹൗസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ അടക്കം ഉണ്ടാവും ഈ സാധനങ്ങൾ. സോ അങ്ങനെ ഒരു ഷോപ്പ് എവിടെയാണുള്ളത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിന് ഞാനിപ്പോൾ ഒരു ഇൻവിസിബിൾ മാലയാണെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻവിസിബിൾ മാലേൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇങ്ങനൊരു മാല ചെയ്യണമെങ്കിൽ നമുക്ക് അധികം കോസ്റ്റ് ഒന്നുമില്ല. എന്നാൽ നമുക്കിത് വിൽക്കുകയാണെങ്കിലോ നമുക്ക് കുറച്ചൊരു 100-120 രൂപേൻ്റെ ഇടയിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും ഒരു മാലയ്ക്ക്. സോ ഗിയർ വയർ എന്ന് പറയുന്ന സാധനമുണ്ട്, അതിൻ്റെ ഫോട്ടോയും ഞാനിവിടെ കൊടുക്കാം. ഗിയർ വയർ, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ലോക്ക്, അങ്ങനത്തെ കുറേ സംഭവം. ഇതിലൊന്നും അധികം റേറ്റേ ഇല്ല. ഗിയർ വയറിന് കൂടിപ്പോയി എത്രയാണ്, 40 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് കുറഞ്ഞൊരു 10-50 മാലയെങ്കിലും ഉണ്ടാക്കാനുള്ള ഗിയർ വയർ ഉണ്ട്. അതിനകത്ത് 2 വാങ്ങുക. ഗോൾഡൻ കളർ, സിൽവർ കളർ, അങ്ങനെ 2 കളറുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങാം. പിന്നെ അതിന് വേണ്ട കുറേ കൊളുത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും വാങ്ങുക. അത് ഗ്രാമിന് 10 രൂപയ്ക്ക് നമുക്ക് 10-30 എണ്ണെങ്കിലും കിട്ടും. അത് നോക്കുക. പിന്നെ
ഗിയർ ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മളെ ലോക്കറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു 10, 250, 300 രൂപേൻ്റെ താഴെ വരുള്ളൂ. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൂൾസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ ഫസ്റ്റ് തന്നെ വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് ചെയ്ത് ഇത് നിങ്ങളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഇത് കൊള്ളാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് ഉറപ്പാവുന്ന ടൈമിൽ മാത്രം നിങ്ങൾ വാങ്ങുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു സ്മോൾ ബിസിനസ് ഓണർ ആവാൻ വലിയ ചിലവൊന്നുമില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ റെഡിയാക്കുക. നമുക്ക് പുറത്തു പോയിട്ട് മാത്രമല്ല ബിസിനസ് ചെയ്യാൻ പറ്റുക. ഇതുപോലെ എന്നെ പോലെ വീട്ടിലിരുന്നിട്ടും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്ക് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് നമ്മുടെ ബിസിനസ് ഐഡിയാസ് ഷെയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലൊരു ഫ്രഷ് ആയിട്ടൊരു അക്കൗണ്ട് തുടങ്ങുക. നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ളൊരു അക്കൗണ്ട്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ട്, നിങ്ങളുടെ പേഴ്സണൽ യൂസിനായിട്ടൊരു അക്കൗണ്ട് ഉണ്ട്, അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഇനി ഫോളോവേഴ്സ് ഇല്ലെങ്കിലും നിങ്ങൾ ആ അക്കൗണ്ട് മാറ്റി വെക്കുക. എന്നിട്ട് അല്ലാണ്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് തുടങ്ങുക ഇതിന് വേണ്ടി മാത്രം. 0 ഫോളോവേഴ്സ് ആയിരിക്കില്ല എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാവുക. പേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങിയ മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു മാല ഉണ്ടാക്കുക. ഇനി മാല ഉണ്ടാക്കാൻ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ അതുമായിട്ട് മാച്ചുള്ള വേറെ ഏതെങ്കിലും ചെയ്ത് വെച്ച ഏതെങ്കിലും, ഇപ്പം പിൻട്രസ്റ്റൊക്കെ കയറിയിട്ട് ഇഷ്ടംപോലെ നമ്മൾ വിചാരിക്കുന്ന എന്തോ അത് സെർച്ച് ചെയ്ത് നമുക്ക് അതിലേക്ക് കിട്ടും. അപ്പോൾ പിൻട്രസ്റ്റിലെങ്ങാനും കയറിയിട്ട് നിങ്ങൾക്കൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസുമായിട്ട് മാച്ചുള്ള ഒരു മാലേൻ്റെ, ഇപ്പോൾ മാലേൻ്റെയാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്, മാലേൻ്റെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചൊരു ആഡ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫസ്റ്റ് ഒന്ന് പോസ്റ്റ് ഇടുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അറിയുന്നവർക്ക്, റിലേറ്റീവ്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ഡെമോ ആയിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്ക് തന്നെ എടുത്ത് പോസ്റ്റ് ഇട്ടാൽ മതി. എന്നിട്ട് അതിനൊരു മോഡലായിട്ട് നിങ്ങൾ തന്നെ നിൽക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് കാണിക്കാണ്ടൊക്കെ നമുക്കതിൽ പോസ്റ്റ് ഇടാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ് വളർന്ന് വരിക. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ പേജ് തുടങ്ങി, ബിസിനസ് തുടങ്ങി, നാളെ ആകുമ്പോഴത്തേക്ക് 100 ഓർഡർ കിട്ടും, അങ്ങനെയൊന്നുമല്ല. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു വീക്കിനുള്ളിലാണ് ഒരു ഓർഡർ കിട്ടിയത്. പിന്നെ ഞാൻ ഏകദേശം ഈ ഒരു ടൈമിലാണ്, കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേൻ്റെയാണ് ഇന്ന് ഓഗസ്റ്റ് 15, ഞാൻ ഇന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാനത് തുടങ്ങിയത്. പിന്നെ ടിയാര, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ ക്ലിപ്പൊക്കെ ഇഷ്ടംപോലെ പോയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓരോ ചെറിയ ഏണിങ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വരുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഓണാണ്. അതുപോലെ ഓണാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ലോട്ടസ്, അതുപോലെ സരസ്വതീൻ്റെ ലോക്കറ്റൊക്കെ വെച്ചിട്ട് ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ഓൺലൈൻ സ്റ്റോഴ്സ് ഉണ്ട്, നമുക്ക് അതിൽ പോയിട്ട് വാങ്ങാം. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ കയ്യിൽ ഒരു 10, 250, 300 രൂപ ഉണ്ടെങ്കിലും നമുക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ ഒരു ബിസിനസ്. ഓക്കെ, ഇതിപ്പം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തായാലും വിശ്വസിക്കാം, നിങ്ങൾ തുടങ്ങിയാലും ഫ്ലോപ്പ് ആവില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ കുറേ ഓർഡർ ഒന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ക്ലിക്ക് ആവാനുള്ള ചാൻസ് 90% ഉണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നാളെയോ ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പ് ഏതാന്ന് നോക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് പോയി വാങ്ങാവുന്നതാണ്. ഓവർ റേറ്റ് ഒന്നുമില്ല. നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന് വേർത്തായിട്ട് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. സോ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് 500 രൂപയിൽ താഴെ ഒരു ബിസിനസ് തുടങ്ങുന്നില്ലേ. ഇനി ഞാൻ നാളെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ, ശ്രദ്ധിച്ചോ, 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതും ഫേക്കൊന്നുമല്ല, പേടിക്കണ്ട. ഇത് മറ്റേ മണി ചെയിൻ ആളെ കൂട്ടുക ആ സംഭവം ഒന്നുമല്ല. ഇതുപോലത്തെ ഒരു ബിസിനസ്സാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബിസിനസ്സാണ്, വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്, പുറത്ത് പോകേണ്ട ആവശ്യമേ വരില്ല. അങ്ങനെ ഒരു ബിസിനസ് ഐഡിയയും കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ പറയാം. അപ്പോൾ ഇന്ന് ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നാളെ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത അതും എൻ്റെ
സ്വന്തം ഐഡിയ ആണ്, ഞാൻ ചെയ്തതാണ്. സോ വിശ്വസിക്കാം. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഇച്ചിരി യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഇതുപോലെ വീട്ടിലിരിക്കണമെന്നുണ്ട്, ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആർക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരമാവും, എനിക്ക് ഉപകാരമാവും. ഓക്കെ, അപ്പം ഓക്കെ, ബൈ.